സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 10ാം ക്ലാസ് ICSE സിലബസിലെ ആസിഡ്, ബേസ് ആൻഡ് സോൾട്ട് എന്ന ചാപ്റ്ററിലെ ചില പോയിന്റുകളാണ്. അപ്പൊ അതിൽ തന്നെ ആസിഡുമായിട്ട് ബന്ധപ്പെട്ട ആസിഡിന്റെ ക്ലാസിഫിക്കേഷൻ, ആസിഡിന്റെ പ്രിപ്പറേഷൻ, അതുപോലെ തന്നെ ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്രോപ്പർട്ടീസും, അതായത് ആസിഡുമായിട്ട് ബന്ധപ്പെട്ട ആസിഡിന്റെ പ്രിപ്പറേഷൻ, ആസിഡിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, പിന്നെ അതുപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ രീതിയിൽ ചില പോയിന്റുകൾ കൂടെ പറയാൻ ഉദ്ദേശിക്കുന്നു. അപ്പൊ അതിനായി ചില ആസിഡുകൾ നമുക്ക് പരിചയപ്പെടുത്താം. ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഫോർമുല അറിയാം, HCl. സൾഫ്യൂരിക് ആസിഡ്, H2SO4. നൈട്രിക് ആസിഡ്, HNO3. കാർബോണിക് ആസിഡ്, H2CO3. അസറ്റിക് ആസിഡ്, CH3COH. ഫോസ്ഫോറിക് ആസിഡ്, H3PO4. സിലിസിക് ആസിഡ്, H4SiO4. ഇപ്പൊ കുറെ ആസിഡുകളുടെ ഫോർമുല നമ്മൾ പരിചയപ്പെടുത്തി. ഇത് കൂടാതെ നമ്മൾ സാധാരണ കോമൺ ആയിട്ട് പറയുന്ന ചില ആസിഡുകളുണ്ട്. ഇതിനകത്ത് ഉൾപ്പെട്ട് വരുന്ന അസറ്റിക് ആസിഡ്, സിട്രിക് ആസിഡ്, ബ്യൂട്ടൈറിക് ആസിഡ്, ഫോമിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്, മാലിക് ആസിഡ്, അതുപോലെ ഓക്സാലിക് ആസിഡ് പോലുള്ള ചില കോമ്പൗണ്ടുകളൊക്കെ കോമൺ ആയിട്ട് തന്നെ, അതായത് കെമിസ്ട്രി അറിയാവുന്ന ആൾക്കാർക്കും അല്ലാത്ത ആൾക്കാർക്കും ഒക്കെ വളരെ കോമൺ ആയിട്ട് അറിയാൻ പറ്റുന്ന ചില ആസിഡുകളാണ് ഈ എഴുതിയിരിക്കുന്നതെല്ലാം. അപ്പൊ അതിൽ തന്നെ ടൊമാറ്റോയിലുള്ളതാണ് ഓക്സാലിക് ആസിഡ് എന്നും, പിന്നെ ആപ്പിളിലെ മാലിക് ആസിഡ് ഉണ്ടെന്നും, പിന്നെ അതുപോലെ തന്നെ മിൽക്കിൽ ലാക്റ്റിക് ആസിഡ് ആണ്, പിന്നെ അതുപോലെ തന്നെ ബീ സ്റ്റിങ്ങിലും അതുപോലെ തന്നെ ആന്റ് സ്റ്റിങ്ങിലും ഒക്കെ ഫോമിക് ആസിഡും ആണ്. പിന്നെ റാൻസിഡ് ബട്ടറിനകത്ത് ബ്യൂട്ടാരിക് ആസിഡ്, സിട്രസ് ഫ്രൂട്ട്സിനകത്ത് സിട്രിക് ആസിഡ്, വിനെഗർ എന്നറിയപ്പെടുന്നത് വളരെ കോമൺ ആണ്. ഇതെല്ലാം വിനെഗർ എന്നറിയപ്പെടുന്ന അസിറ്റിക് ആസിഡ്. ഇങ്ങനെ കുറെ ആസിഡുകളൊക്കെ നമുക്ക് പരിചയം ഉണ്ട്. അപ്പൊ ഇനി ഈ ആസിഡുകൾ നമ്മൾ പൊതുവെ നോക്കുന്ന സമയത്ത് പിന്നെ HCl-നകത്തും H2SO4-നകത്തും ഒക്കെ നമ്മൾ പൊതുവായി കാണപ്പെടുന്നത് H+ അയോണുകളാണെന്ന് പറയാറുണ്ട്. അപ്പൊ എല്ലാ ആസിഡുകൾക്കും പൊതുവായി കാണപ്പെടുന്നത് H+ അയോണുകളാണെന്ന് നമുക്ക് അറിയാം. ഇനി അതുപോലെ തന്നെ അക്വസ് സൊല്യൂഷനിലാണെങ്കിൽ, വാട്ടർ മീഡിയത്തിലാണെങ്കിൽ ഈ H+ അയോണുകൾ വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് H3O+ എന്ന ഹൈഡ്രോണിയം അയോൺ കാണപ്പെടുന്നു എന്ന് പറയണം. അപ്പോൾ എല്ലാ ആസിഡുകളിലും പൊതുവായിട്ടുള്ളത് എന്താണ് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം പറയാം. ഒന്നുകിൽ പ്രോട്ടോൺ H+ എന്ന് പറയാം, അല്ലെങ്കിൽ ഹൈഡ്രോണിയം അയോണിൻ അക്വസ് സൊല്യൂഷൻ എന്ന് പറയാം. അപ്പോൾ ആസിഡിനകത്ത് കോമൺ ആയിട്ട് കാണപ്പെടുന്നത് ഹൈഡ്രോണിയം അയോൺ ആണ്, അല്ലെങ്കിൽ H+ അയോൺ ആണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ ആസിഡിന്റെ ക്ലാസിഫിക്കേഷനിലേക്ക് വരികയാണ്. അപ്പോൾ തൽക്കാലം ഇത്രയും ആസിഡ് വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ ആസിഡിന്റെ ക്ലാസിഫിക്കേഷൻ നമുക്ക് പല രീതിയിലുണ്ട്. ഒന്നാമത്തെ കാര്യം, സോഴ്സ് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ആസിഡിനെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. ഓർഗാനിക് ആസിഡ് എന്നും മിനറൽ അല്ലെങ്കിൽ ഇനോർഗാനിക് ആസിഡ് എന്നും ക്ലാസിഫൈ ചെയ്യാം. ഈ എഴുതിയിരിക്കുന്ന എക്സാമ്പിൾസിലെ അസറ്റിക് ആസിഡ് എന്നുള്ളത് ഓർഗാനിക് ആസിഡ് ആണ്, CH3COH. അതുപോലെ തന്നെ നേരത്തെ ഇവിടെ എഴുതിയിരുന്ന ബ്യൂട്ടൈറിക് ആസിഡ്, പിന്നെ അതുപോലെ തന്നെ ഫോമിക് ആസിഡ് പോലുള്ളതെല്ലാം തന്നെ ഓർഗാനിക് ആസിഡ് ആണെന്ന് അറിയാം. ബാക്കി എഴുതിയിരിക്കുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ്, കാർബോണിക് ആസിഡ്, ഫോസ്ഫോറിക് ആസിഡ്, സിലിസിലിക് ആസിഡ് എല്ലാം തന്നെ മിനറൽ ആസിഡ് ആണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ആസിഡിന്റെ ക്ലാസിഫിക്കേഷന്റെ പല രീതികളുണ്ട്. അതിലൊരു രീതി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഡിപ്പെൻഡിംഗ് ഓൺ സോഴ്സ് അടിസ്ഥാനത്തിൽ ആസിഡിനെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. ഓർഗാനിക് ആസിഡ് എന്നും ഇനോർഗാനിക് അല്ലെങ്കിൽ മിനറൽ ആസിഡ്സ് എന്ന് പറയാം. അസറ്റിക് ആസിഡ്, ഫോമിക് ആസിഡ്, ബ്യൂട്ടൈറിക് ആസിഡ്, മാലിക് ആസിഡ് എന്നൊക്കെ അറിയപ്പെടുന്നതെല്ലാം തന്നെ ഓർഗാനിക് ആസിഡുകളാണ്. ബാക്കിയുള്ള നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ്, കാർബോണിക് ആസിഡ്, ഫോസ്ഫോറിക് ആസിഡ്, സിലിസിക് ആസിഡ് എല്ലാം തന്നെ മിനറൽ അല്ലെങ്കിൽ ഇനോർഗാനിക് ആസിഡ് ആണെന്ന് മനസ്സിലാക്കാം. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ ഡിപ്പെൻഡിംഗ് ഓൺ ദർ സ്ട്രെങ്ത് അനുസരിച്ച് നമുക്ക് ആസിഡിനെ സ്ട്രോങ് ആസിഡ് എന്നും വീക്ക് ആസിഡ് എന്ന് പറയാം. സാധാരണ ഇനോർഗാനിക് ആസിഡ് അറിയപ്പെടുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ് എല്ലാം തന്നെ സ്ട്രോങ് ആസിഡുകളും, അസറ്റിക് ആസിഡ് അല്ലെങ്കിൽ ഫോമിക് ആസിഡ് എല്ലാം തന്നെ വീക്ക് ആസിഡുകളായിട്ട് നമ്മൾ പറയാറുണ്ട്. ഓർഗാനിക് ആസിഡ്സ് എല്ലാം തന്നെ വീക്ക് ആസിഡുകളും, ഇനോർഗാനിക് അല്ലെങ്കിൽ മിനറൽ ആസിഡ്സ് എല്ലാം തന്നെ കോമൺ ആയിട്ട് സ്ട്രോങ് ആസിഡ്സ് എന്ന് പറയാറുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ തന്നെ നമുക്ക് മിനറൽ ആസിഡ്സിൽ ഒരു എക്സെപ്ഷൻ ഉണ്ട്, കാർബോണിക് ആസിഡ് എന്നുള്ളത് ഒരു മിനറൽ ആസിഡ് ആണെങ്കിലും അതൊരു വീക്ക് ആസിഡ് ആയിട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓർമ്മിക്കുക. സോഡ വാട്ടർ എന്നറിയപ്പെടുന്ന കാർബോണിക് ആസിഡ് മിനറൽ ആസിഡ് ആണെങ്കിലും കോമൺ ആയിട്ട് ഓർഗാനിക് ആസിഡ്സ് എല്ലാം തന്നെ വീക്ക് ആസിഡും, ഇനോർഗാനിക് അല്ലെങ്കിൽ മിനറൽ ആസിഡ്സ് എല്ലാം തന്നെ സ്ട്രോങ് ആസിഡ്സ് എന്നും പറയാറുണ്ട്. പക്ഷേ എന്നാൽ കാർബോണിക് ആസിഡ് എന്നറിയപ്പെടുന്ന മിനറൽ ആസിഡ്സിനെ അത് വീക്ക് ആസിഡ് ആയിട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓർമ്മിക്കുക. കാരണം അവിടെ അയണൈസേഷൻ വളരെ വീക്ക് ആണെന്ന് ഓർമ്മിക്കുക. ഹൈഡ്രോക്ലോറിക് ആസിഡ് പോലുള്ള ആൾക്കാർക്ക് വളരെ ഈസി ആയിട്ട് അയണൈസ് ചെയ്യുന്നുണ്ട്. HCl
H++Cl- അതേസമയം കാർബോണിക് ആസിഡ് ഒക്കെ വാട്ടറിന്റെ പ്രസൻസിൽ ഒരു ഇക്വിലിബ്രിയം പോലെ H3O++HCO3-. അപ്പോൾ വീക്ക് അയണൈസേഷൻ ഉള്ള ആൾക്കാരാണ് പൊതുവെ വീക്ക് ആസിഡുകൾ എന്ന് അറിയപ്പെടുന്നത്. ഇനി മറ്റൊരു കാര്യം, ഡിപ്പെൻഡിങ് ഓൺ ദ കോൺസെൻട്രേഷൻ. അപ്പോൾ നമുക്ക് കോൺസെൻട്രേറ്റ് ആസിഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ഏത് ആസിഡിനെ വേണം നമുക്ക് കോൺസെൻട്രേറ്റഡ് എന്നും ഡൈലൂട്ടഡ് എന്നും പറയാം. കാരണം വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വാട്ടറിന്റെ പ്രസൻസ് കൂടുന്നതനുസരിച്ച് അത് ഡൈലൂഷൻ സംഭവിച്ചു എന്ന് പറയുന്നു. അത്രയേ ഉള്ളൂ കാര്യം. വാട്ടർ ഇല്ലാത്ത അല്ലെങ്കിൽ വാട്ടറിന്റെ അംശം വളരെ കുറഞ്ഞിരിക്കുന്ന ആസിഡുകളെല്ലാം തന്നെ കോൺസെൻട്രേറ്റഡ് ആസിഡ് എന്നും, അതേസമയം വാട്ടർ ഒഴിക്കുന്ന സമയത്ത് അവിടെ ഡൈലൂഷൻ ആണെങ്കിൽ കൂടുതൽ ഡൈലൂഷൻ കൂടുന്നതനുസരിച്ച് ഡൈലൂട്ടഡ് ആസിഡ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ HCl തന്നെ വാട്ടർ ഇല്ല എങ്കിൽ അത് കോൺസെൻട്രേറ്റഡും വാട്ടർ ഉണ്ടെങ്കിൽ അത് HCl തന്നെ ഡൈലൂട്ടഡ് ആണെന്ന് ഓർമ്മിക്കുക. പിന്നെ മറ്റൊന്ന്, മോളിക്കുലർ കോമ്പോസിഷൻ അനുസരിച്ച് ഓക്സിജൻ കണ്ടെയ്നിങ് ആസിഡ് എല്ലാം തന്നെ ഓക്സോ ആസിഡ് എന്നും അല്ലെങ്കിൽ ഓക്സി ആസിഡ് എന്നും, ഹൈഡ്രജൻ കണ്ടെയ്നിങ് എല്ലാത്തിനും ഹൈഡ്രജൻ ഉണ്ട് ശരിയാണ്. അപ്പോൾ ഓക്സിജൻ ഇല്ലാത്ത ആസിഡുകളെല്ലാം തന്നെ ഹൈഡ്രോ ആസിഡ് എന്നും പറയണം എന്ന് ഓർമ്മിക്കുക. അപ്പൊ എങ്കിൽ HCl എന്നുള്ളത് അതിനകത്ത് ഓക്സിജൻ ഇല്ല, അതൊരു ഹൈഡ്രോ ആസിഡ് ആണ് HCl. അതേസമയം H2SO4 എന്നുള്ളത് ഓക്സിജൻ ഉണ്ട്, അതൊരു ഓക്സി ആസിഡ് ആണ്. HNO3 ഓക്സിജൻ ഉണ്ട്, ഓക്സി ആസിഡ് ആണ്. കാർബോണിക് ആസിഡ് ഓക്സിജൻ ഉണ്ട്, ഓക്സി ആസിഡ് ആണ്. അസറ്റിക് ആസിഡ് ഓക്സിജൻ ഉണ്ട്, ഓക്സി ആസിഡ് ആണ്. ഫോസ്ഫോറിക് ആസിഡ് ഓക്സി ആസിഡ് ആണ്. സിലിസിക് ആസിഡ് ഓക്സി ആസിഡ് ആണ്. അപ്പോൾ ഓക്സിജൻ കണ്ടെയ്നിങ് ആസിഡുകൾ പൊതുവായി ഓക്സി ആസിഡ് എന്ന് പറയും. ഓക്സിജൻ ഇല്ലാത്ത ആസിഡുകൾ നമ്മൾ പൊതുവായി ഹൈഡ്രോ ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷനും നമുക്ക് അവിടെ പറയാം. പിന്നെ അടുത്ത, ഡിപ്പെൻഡിങ് ഓൺ ദ ബേസിസിറ്റി എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് റിമൂവ് ചെയ്യാൻ കഴിവുള്ള പ്രോട്ടോണുകളുടെ എണ്ണം അനുസരിച്ച് നമുക്ക് ഒരു ഹൈഡ്രജൻ മാത്രം റിമൂവ് ചെയ്യാൻ പറ്റിയാൽ അത് മോണോബേസിക് എന്നും മോണോബേസിക് ആസിഡ് എന്നും HCl. അതേസമയം 2 ഹൈഡ്രജൻ റിമൂവ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ H2SO4 അതിനെ ഡൈബേസിക് എന്നും, അതേസമയം 3 ഹൈഡ്രജൻ ലിബറേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ H3PO4 പോലുള്ള ആൾക്കാരെ ട്രൈബേസിക് എന്നും, അതേസമയം 4 ഹൈഡ്രജൻ ലിബറേറ്റ് ചെയ്യാൻ പറ്റുന്ന H4SiO4-നെ ടെട്രാബേസിക് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഹൈഡ്രജന്റെ ലിബറേഷൻ അനുസരിച്ചാണ് അല്ലെങ്കിൽ അതിന്റെ ബേസിസിറ്റി കണക്കാക്കുന്നത്. മോണോബേസിക് ആസിഡുകളും ഡൈബേസിക് ആസിഡുകളും ട്രൈബേസിക് ആസിഡും ടെട്രാബേസിക് ആസിഡുകളും ഉണ്ട്. പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന ഹൈഡ്രജൻ ഒരു ബേസുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് സോൾട്ടുകൾ ഫോം ചെയ്യുന്നു. ഉദാഹരണം നമുക്ക് HCl എന്നുള്ളത് ഒരു ബേസുമായിട്ട് കമ്പൈൻ ചെയ്യും. NaOH കമ്പൈൻ ചെയ്തിട്ട് EHും OH വാട്ടർ പോയിട്ട് ബാക്കി NaCl എന്ന സോൾട്ടും വാട്ടറും. ഓക്കെ, അതേസമയം H2SO4 എഴുതി നോക്കാം. H2SO4 plus NaOH. ആദ്യത്തെ സ്റ്റെപ്പിൽ 2 ഹൈഡ്രജൻ ഉണ്ടെങ്കിലും ആദ്യത്തെ സ്റ്റെപ്പിൽ ഒരു ഹൈഡ്രജനെ ഇവിടെ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ. സോ ഇവിടെ Hും ഒരു OHും കൂടെ വാട്ടർ പോയി, ബാക്കിയുള്ളത് Na, പിന്നെ ഒരു H ബാക്കിയുണ്ട്, NaHSO4. ഓക്കെ, ആ NaHSO4 വീണ്ടും ഒരു NaOH കമ്പൈൻ ചെയ്തു. സോ ഇവിടെ നിന്ന് Hും ഇവിടെ നിന്ന് OH വാട്ടർ പോയി, ബാക്കി കിട്ടുന്നത് Na2SO4. ഓക്കെ, അപ്പൊ അവിടെ 2 സോൾട്ടുകൾ ഫോം ചെയ്തിട്ടുണ്ട്. ഫോസ്ഫോറിക് ആസിഡും നമുക്ക് ഇതുപോലെ എഴുതി നോക്കാം. ഫോസ്ഫോറിക് ആസിഡ് H3PO4 plus NaOH gives OH. ഇവിടെ നിന്ന് ഒരു ഹൈഡ്രജനും പോയി, ബാക്കിയുള്ള സോഡിയം 1, 2 ഹൈഡ്രജൻ ബാക്കി, NaH2PO4 plus വാട്ടർ. അടുത്ത സ്റ്റെപ്പിൽ ഈ പറഞ്ഞിരിക്കുന്ന NaH2PO4 വീണ്ടും NaOH gives ഒരു Hും OH വാട്ടർ പോയി, ഒരു സോഡിയം കയറി, Na2HPO4 plus വാട്ടർ. വീണ്ടും അടുത്ത സ്റ്റെപ്പിൽ Na2HPO4 plus NaOH gives വീണ്ടും ഒരു ഹൈഡ്രജൻ പോയിട്ട് Na3PO4 plus H2O. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ സാധാരണ കാണിക്കാറുള്ളത്, ഈ ആരോ കാണിക്കാറുള്ളത് ഇങ്ങനെയാണെങ്കിൽ അത് ഗീവ്സ് എന്ന് പറയാറുണ്ട്. പിന്നെ ഇങ്ങനെയും ഉണ്ടെങ്കിൽ അത് റിവേഴ്സിബിൾ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള റിയാക്ഷൻസിനെ കാണിക്കാറുണ്ട്. ഇനി അങ്ങോട്ടുള്ള ഫോർവേഡ് റിയാക്ഷന്റെ റേറ്റും ഇങ്ങോട്ടുള്ള ബാക്ക്വേർഡ് റിയാക്ഷൻ റേറ്റും തുല്യമായി വന്നാൽ അങ്ങനെയുള്ളതിനെ നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറയും. ഇക്വിലിബ്രിയം എന്നുള്ളതിന് ഇങ്ങനെ കാണിക്കാറുണ്ട്. ഓക്കെ, വ്യത്യാസമുണ്ട്. ഇത് റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. ഇനി എല്ലാ റിവേഴ്സിബിൾ റിയാക്ഷന്റെയും റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷനും റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷനും തുല്യമാവാറില്ല. റിവേഴ്സിബിൾ റിയാക്ഷന്റെ അകത്ത് റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷനും റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷനും തുല്യമായി വന്നാൽ അതിന് നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറയാറുണ്ട്. ഇക്വിലിബ്രിയം കാണിക്കാൻ വേണ്ടി ഇതുപോലത്തെ ആരോസ് ഉപയോഗിക്കാറുണ്ട്. സോ ഇവിടെ എല്ലാം കോമൺ ആയിട്ട് സാധാരണ ഇങ്ങനത്തെ ആരോസ് ആണ്, ഇക്വിലിബ്രിയം ആണ് സാധാരണ കാണിക്കാറുള്ളത് കൂടെ ഓർമ്മിച്ചു. ഓക്കെ,
അപ്പൊ എങ്കിൽ ഈ കിട്ടിയ സോൾട്ടിനെ നമുക്ക് ഹൈഡ്രജൻ ഉള്ള സോൾട്ടുകളെ ആസിഡ് സോൾട്ടുകൾ എന്ന് പറയാം, ഹൈഡ്രജൻ ഇല്ലാത്ത സോൾട്ടുകളെ നോർമൽ സോൾട്ടുകൾ എന്ന് പറയാം. അപ്പോ നമുക്ക് MCQവിൽ അങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. സൾഫ്യൂരിക് ആസിഡിന്റെ പ്രത്യേകത, സൾഫ്യൂരിക് ആസിഡ് ഒരു ആസിഡ് സോൾട്ടും ഒരു നോർമൽ സോൾട്ടും ഉണ്ടാക്കുന്നു. ഹൈഡ്രജൻ ഉള്ള സോൾട്ടുകൾ ആസിഡ് സോൾട്ടും ഹൈഡ്രജൻ ഇല്ലാത്ത സോൾട്ടുകൾ നോർമൽ സോൾട്ടുമാണ്. അപ്പൊ എങ്കിൽ ഫോസ്ഫോറിക് ആസിഡിന്റെ പ്രത്യേകത, ഇതൊരു ആസിഡ് സോൾട്ട് ആണ്, ഹൈഡ്രജൻ ഉണ്ട്. ഇതും ആസിഡ് സോൾട്ട് ആണ്, ഹൈഡ്രജൻ ഉണ്ട്. ഇത് ആസിഡ് ഹൈഡ്രജൻ ഇല്ല, അപ്പൊ അതുകൊണ്ട് ഇതൊരു നോർമൽ സോൾട്ട് ആണ്. അപ്പോൾ ഫോസ്ഫോറിക് ആസിഡിന്റെ പ്രത്യേകത, രണ്ട് ആസിഡ് സോൾട്ടുകളും ഒരു നോർമൽ സോൾട്ടും ഉണ്ടാകുന്നുണ്ട്. മോണോബേസിക് ആസിഡിന്റെ പ്രത്യേകത, അവിടെ നോർമൽ സോൾട്ടുകൾ മാത്രം ഫോം ചെയ്യുന്നു. ഡൈബേസിക് ആണെങ്കിൽ ഒരു ആസിഡ് സോൾട്ടും ഒരു നോർമൽ സോൾട്ടും. ട്രൈബേസിക് ആസിഡിന്റെ പ്രത്യേകത, രണ്ട് ആസിഡ് സോൾട്ടുകളും ഒരു നോർമൽ സോൾട്ടുകളും. ടെട്രാബേസിക് ആണെങ്കിൽ അവിടെ മൂന്ന് ആസിഡ് സോൾട്ടുകളും ഒരു നോർമൽ സോൾട്ടുകളും ഫോം ചെയ്യുന്നു എന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം. ഇനി ഇക്വേഷൻ വായിക്കേണ്ടത് ഇങ്ങനെ, ഈ ആരോ വായിക്കേണ്ടത് ഇൻ ഇക്വിലിബ്രിയം വിത്ത് എന്നാണ് വായിക്കേണ്ടത്. ഇൻ ഇക്വിലിബ്രിയം വിത്ത് എന്ന് വായിക്കണം. അപ്പോൾ H3PO4 പ്ലസ് NaOH ഇൻ ഇക്വിലിബ്രിയം വിത്ത് NaH2PO4 പ്ലസ് H2 എന്ന് വായിക്കാം. ഒന്ന് വായിച്ചു തരാം. H3PO4 പ്ലസ് NaOH ഇൻ ഇക്വിലിബ്രിയം വിത്ത് NaH2PO4 പ്ലസ് H2 എന്ന് വായിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആസിഡുകളെ പറ്റിയാണ്. ആസിഡിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ രീതിയിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ആസിഡിന്റെ ക്ലാസിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞു, പലതരത്തിലുള്ള ക്ലാസിഫിക്കേഷനെ പറ്റി പറഞ്ഞു. അതിൽ ഒന്നാമത്തത് ഡിപ്പെൻഡിങ് ഓൺ ദി സോഴ്സ്, ഓർഗാനിക് ആസിഡ് എന്നും മിനറൽ ആസിഡ്സ് എന്നും ക്ലാസിഫൈ ചെയ്യാം. രണ്ടാമത്തെ ഡിപ്പെൻഡിങ് ഓൺ ദ സ്ട്രെങ്ത്, സ്ട്രോങ് ആസിഡ് എന്നും വീക്ക് ആസിഡ് എന്നും ക്ലാസിഫൈ ചെയ്യാം. മൂന്നാമത്തെ ഡിപ്പെൻഡിങ് ഓൺ ദ കോൺസെൻട്രേഷൻ, കോൺസെൻട്രേറ്റ് ആസിഡ് എന്നും വാട്ടർ ഇല്ലാത്ത ആസിഡ് കോൺസെൻട്രേറ്റ് എന്നും വാട്ടർ ഉള്ള ആസിഡിനെ ഡൈലൂട്ട് ആസിഡ് എന്ന് പറയാം. ഡിപ്പെൻഡിങ് ഓൺ മോളിക്കുലർ കോമ്പോസിഷൻ, ഓക്സോ ആസിഡ് എന്ന് വെച്ചാൽ ഓക്സിജൻ കണ്ടെയ്നിങ് ആസിഡ് ആണ്. ഓക്സിജൻ ഇല്ലാത്ത ആസിഡുകളെല്ലാം ഹൈഡ്രോ ആസിഡ് എന്ന് പറയാം. ഡിപ്പെൻഡിങ് ഓൺ ദെയർ റിമൂവൽ, എബിലിറ്റി ടു റിമൂവ് ഹൈഡ്രജൻ ആറ്റം അല്ലെങ്കിൽ H+ അയോൺ ലിബറേറ്റ് ചെയ്യുന്നതനുസരിച്ച് അതിനെ മോണോബേസിക് എന്നും ഡൈബേസിക് എന്നും ട്രൈബേസിക് എന്നും ടെട്രാബേസിക് എന്നും പറയാം. സിലിസിക് ആസിഡിന്റെ പ്രത്യേകത ഒരു ടെട്രാബേസിക് ആസിഡ് ആണ്. ഫോസ്ഫോറിക് ആസിഡ് അതൊരു ട്രൈബേസിക് ആസിഡ് ആണ്. സൾഫ്യൂരിക് ആസിഡ് ഒരു ഡൈബേസിക് ആസിഡ് ആണ്. അതുപോലെ തന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്നുള്ളത് ഒരു മോണോബേസിക് ആസിഡ് ആണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഇതിന്റെ കൂടെ തന്നെ ആസിഡ് സോൾട്ടുകൾ എന്താണെന്നും പിന്നെ അതുപോലെ തന്നെ നോർമൽ സോൾട്ട് എന്താണെന്നും കൂടെ നമുക്ക് മനസ്സിലായി. അപ്പോൾ ഒന്നാമത്തെ ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്തതായി പറയാനുള്ളത് ആസിഡിന്റെ പ്രിപ്പറേഷൻ ആണ്. ആസിഡിന്റെ പ്രിപ്പറേഷൻ ആയിട്ട് നമുക്ക് 4 റിയാക്ഷൻസ് എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തത് ഡയറക്റ്റ് സിന്തസിസ് ആണ്. അപ്പൊ ഡയറക്റ്റ് സിന്തസിസിലൂടെ നമുക്ക് ഉദാഹരണം H2+Br2 ഈസ് HBr എന്നറിയപ്പെടുന്ന ഹൈഡ്രോബ്രോമിക് ആസിഡ് അവിടെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പൊ അത് ഡയറക്റ്റ് പ്രിപ്പറേഷൻ മെത്തേഡാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സൾഫർ ഡയോക്സൈഡ് ഗ്യാസ്, അപ്പൊ അതിന്റെ കൂടെ വാട്ടർ ആഡ് ചെയ്താൽ സൾഫ്യൂറസ് ആസിഡ് H2SO3 എന്നറിയപ്പെടുന്ന ഒരു ആസിഡ് അവിടെ പ്രിപ്പയർ ചെയ്യാം. അതേസമയം സൾഫർ ട്രയോക്സൈഡിന്റെ കൂടെ വാട്ടർ ആഡ് ചെയ്താൽ അവിടെ സൾഫ്യൂരിക് ആസിഡ് ആണ്, H2SO4 ആണ്. അതുപോലെ തന്നെ ഫോസ്ഫറസ് പെന്റോക്സൈഡ് P2O5 അതിന്റെ കൂടെ വാട്ടർ ആഡ് ചെയ്താൽ ഫോസ്ഫോറിക് ആസിഡ്. അപ്പൊ ഇങ്ങനെ നമുക്ക് കറസ്പോണ്ടിങ് ആസിഡ് ഓക്സൈഡിന്റെ കൂടെ വാട്ടർ ആഡ് ചെയ്ത് നമുക്ക് കറസ്പോണ്ടിങ് ആസിഡുകൾ ഉണ്ടാക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ സൾഫ്യൂറസ് ആസിഡിന്റെ ആൻഹൈഡ്രൈഡ് വാട്ടർ ഇല്ലാത്ത അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ അവിടെ സൾഫർ ഡയോക്സൈഡ് എന്ന് പറയാം. സൾഫ്യൂറസ് ആസിഡിന്റെ ആൻഹൈഡ്രൈഡ് ആണ് SO2, വാട്ടർ ഇല്ലാത്ത അവസ്ഥ. സൾഫ്യൂരിക് ആസിഡിന്റെ ആൻഹൈഡ്രൈഡ് അത് SO3 ആണ്. ഫോസ്ഫോറിക് ആസിഡിന്റെ ആൻഹൈഡ്രൈഡ് അത് ഫോസ്ഫറസ് പെന്റോക്സൈഡ് ആണ്, P2O5 ആണ്. ഇതേപോലെ തന്നെ നമുക്ക് നൈട്രജൻ ഡയോക്സൈഡ് NO2ന്റെ കൂടെ വാട്ടർ ആഡ് ചെയ്യുന്ന സമയത്ത് നൈട്രസ് ആസിഡും കിട്ടും, നൈട്രിക് ആസിഡും കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഒരു പ്രത്യേകത ഉള്ളത്, അവിടെ നൈട്രസ് ആസിഡിന്റെ ആൻഹൈഡ്രൈഡും NO2 ആണ്, നൈട്രിക് ആസിഡിന്റെ ആൻഹൈഡ്രൈഡും അവിടെ NO2 ആണെന്ന് ഓർമ്മ വേണം. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ അങ്ങനത്തെ ചില ചോദ്യങ്ങൾ കൂടെ പ്രതീക്ഷിക്കാം. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് രണ്ടാം ഭാഗമാണ്. എന്ന് വെച്ചാൽ ഉദ്ദേശിച്ചത് പ്രിപ്പറേഷൻ ആണ്. പ്രിപ്പറേഷൻ നമുക്ക് 2 മെത്തേഡുകൾ പറഞ്ഞു കഴിഞ്ഞു. ഒന്നാമത് ഡയറക്റ്റ് സിന്തസിസ് ആണ്, രണ്ടാമത് ബൈ ആക്ഷൻ ഓഫ് വാട്ടർ ഓൺ ആസിഡ് ഓക്സൈഡിന്റെ കൂടെ വാട്ടർ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറസ്പോണ്ടിങ് ആസിഡുകൾ കിട്ടുന്നുണ്ട്. പിന്നെ അതിന്റെ കൂടെ നമുക്ക് ചില ചോദ്യങ്ങൾ, ഇങ്ങനത്തെ ചില ചോദ്യങ്ങളോട് പ്രതീക്ഷിക്കാം. സൾഫ്യൂറസ് ആസിഡിന്റെ ആൻഹൈഡ്രൈഡ് അത് SO2, സൾഫ്യൂരിക് ആസിഡിന്റെ ആൻഹൈഡ്രൈഡ് SO3, ഫോസ്ഫോറിക് ആസിഡിന്റെ ആൻഹൈഡ്രൈഡ് P2O5, നൈട്രിക് ആസിഡിന്റെ നൈട്രസ് ആസിഡിന്റെ ആൻഹൈഡ്രൈഡ് അവിടെ NO2 തന്നെയാണ് ഓർമ്മിക്കുക. പിന്നെ അടുത്തത് ഓക്സിഡേഷൻ ഓഫ് നോൺ മെറ്റൽസ്. ഇപ്പോൾ സൾഫറിന്റെ കൂടെ നമ്മൾ നൈട്രിക് ആസിഡ് വെച്ച് ഓക്സിഡൈസ് ചെയ്താൽ നമുക്ക് സൾഫ്യൂരിക് ആസിഡ് H2SO4 കിട്ടും എന്ന് ഓർമ്മിക്കുക. അപ്പൊ അങ്ങനെ നമുക്ക് ആസിഡ് പ്രിപ്പയർ ചെയ്യാനുള്ള മറ്റൊരു മാർഗം കൂടെ നോൺ മെറ്റൽസിന്റെ കൂടെ ഓക്സിഡൈസിങ് ഏജൻസ് ആഡ് ചെയ്താൽ നമുക്ക് ആസിഡുകൾ കിട്ടുന്നു എന്ന കാര്യം ഓർമ്മിക്കുക. അപ്പൊ അങ്ങനെ 3 പ്രിപ്പറേഷൻ മെത്തേഡ് ആയിട്ടുണ്ട്. ഒന്ന് സിന്തസിസ് ആണ്, മറ്റൊന്ന് വാട്ടറിന്റെ അഡീഷൻ ആണ്, ആസിഡ് ഓക്സൈഡിന്റെ കൂടെ വാട്ടർ അഡീഷൻ ആണ്,
ഇനി ഒരെണ്ണം നോൺ മെറ്റൽസിന്റെ കൂടെ നൈട്രിക് ആസിഡ് പോലുള്ള ആസിഡ് ഉപയോഗിച്ച് ഓക്സിഡൈസ് ചെയ്ത് നമുക്ക് ആസിഡുകൾ പ്രിപ്പയർ ചെയ്യാം. ഇനി ബൈ ഡിസ്പ്ലേസ്മെന്റ്, ഇപ്പൊ ഉദാഹരണത്തിന് നമുക്ക് H2SO4 അതിന്റെ കൂടെ NaCl ആഡ് ചെയ്താൽ ഈ എച്ചും സിഎലും കൂടെ ചേർന്നിട്ട് ഒരു ആസിഡ് അവിടെ പ്രിപ്പയർ ചെയ്യാം. HCl പ്ലസ് NaHSO4. അങ്ങനെ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനിലൂടെ നമുക്ക് ആസിഡുകൾ പ്രിപ്പയർ ചെയ്യാമെന്ന് ഓർമ്മിക്കുക. ഓക്കെ, നമ്മൾ പറഞ്ഞു വന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ആദ്യം പറഞ്ഞത് ആസിഡിന്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. പിന്നെ രണ്ടാമത്തെ നമ്മൾ പറഞ്ഞത് ആസിഡിന്റെ പ്രിപ്പറേഷൻ മെത്തേഡാണ്. ആസിഡിന്റെ പ്രിപ്പറേഷൻ 4 മെത്തേഡുകൾ അവതരിപ്പിച്ചു. ഒന്നാമത്തത് ബൈ സിന്തസിസ് ആണ്, അവിടെ എക്സാമ്പിൾ അറിയാം. രണ്ടാമത്തത് ബൈ ദ ആക്ഷൻ ഓഫ് വാട്ടർ ആണ്, ആസിഡ് ഓക്സൈഡ്, അതിന് എക്സാമ്പിൾ അറിയാം. പിന്നെ മൂന്നാമത്തത് വെച്ചാൽ അവിടെ ബൈ ഓക്സിഡേഷൻ ഓഫ് നോൺ മെറ്റൽസ്, അതിന് എക്സാമ്പിൾ അറിയാം. നാലാമത്തത് വെച്ചാൽ ബൈ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. അങ്ങനെ നമുക്ക് 4 മെത്തേഡിലൂടെ ആസിഡിനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മൾ അടുത്ത ഭാഗത്തിലേക്ക് പോകുന്നു. അടുത്ത ഭാഗം വെച്ചാൽ പ്രോപ്പർട്ടീസ് ആണ്. അതിൽ ആദ്യം നമ്മൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നു. ഫിസിക്കൽ പ്രോപ്പർട്ടി എല്ലാം പറയുന്നില്ല. പിന്നെ ഫിസിക്കൽ സ്റ്റേറ്റ് നമുക്ക് ഓർമ്മിച്ച് വെക്കാം. ഫിസിക്കൽ സ്റ്റേറ്റ് ആയിട്ട് നമ്മൾ സാധാരണ ബോറിക് ആസിഡ്, ഓക്സാലിക് ആസിഡ്, സിട്രിക് ആസിഡ്, ഫോസ്ഫോറിക് ആസിഡ് പോലുള്ള ആൾക്കാർ സോളിഡ് സ്റ്റേറ്റിലുള്ള ആൾക്കാരാണ്. അതേസമയം ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂറസ് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ് പോലുള്ള ആൾക്കാർ നമ്മുടെ ലിക്വിഡ് സ്റ്റേറ്റിലുള്ള ആൾക്കാരാണ്. ഓക്കെ, ഇനി ആ ലിക്വിഡ് സ്റ്റേറ്റിലുള്ള ആൾക്കാരിൽ ഈ പറഞ്ഞിരിക്കുന്ന ആൾക്കാരുടെ പ്രത്യേകത അവര് വോളറ്റൈൽ ആണ്. വോളറ്റൈൽ ആണ് എന്ന് വെച്ചാൽ എളുപ്പത്തിൽ വേപ്പറായി മാറാൻ കഴിവുള്ള ആൾക്കാരാണ്. അതേസമയം സൾഫ്യൂരിക് ആസിഡ് എന്ന് വെച്ചാൽ ലിക്വിഡ് സ്റ്റേറ്റിലാണെങ്കിലും അതൊരു നോൺ വോളറ്റൈൽ കോമ്പൗണ്ട് ആണെന്ന് ഓർമ്മിക്കുക. പിന്നെ അതുപോലെ തന്നെ ആസിഡിനെ തിരിച്ചറിയാൻ, ആസിഡിന്റെ ബേസിനെ തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഇൻഡിക്കേറ്റേഴ്സിൽ നമ്മൾ സാധാരണ ലിറ്റ്മസ് പേപ്പർ ഉപയോഗിക്കുന്നത് എല്ലാവർക്കും അറിയാം. അത് ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കി മാറ്റുന്നു. പിന്നെ മീഥൈൽ ഓറഞ്ച് സൊല്യൂഷൻ, മീഥൈൽ ഓറഞ്ച് സൊല്യൂഷന്റെ പ്രത്യേകത അത് ആൽക്കലൈൻ സൊല്യൂഷനകത്ത് ഗോൾഡൻ യെല്ലോയും ആസിഡ് സൊല്യൂഷനകത്ത് ഓറഞ്ച് റെഡ് അല്ലെങ്കിൽ പിങ്ക് കളർ ഉണ്ടായിരിക്കും. ഇനി ഫിനോഫ്താലിന്റെ പ്രത്യേകത, ഫിനോഫ്താൽ ബേസിക് സൊല്യൂഷനകത്ത് പിങ്ക് കളറും ആസിഡ് സൊല്യൂഷനകത്ത് കളർലെസ്സും ആണ്. പിന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ പറഞ്ഞിരിക്കുന്ന റെഡ് ക്യാബേജിന്റെ പ്രത്യേകത അത് ആസിഡ് സൊല്യൂഷനകത്ത് റെഡ് കളറും ആൽക്കലൈൻ സൊല്യൂഷനകത്ത് ഗ്രീൻ കളറും ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഓൾ ഫാക്ടറി ഇൻഡിക്കേറ്റേഴ്സ്, ഓൾ ഫാക്ടറി എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് സ്മെൽ ഉണ്ടാക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഒനിയൻ, വാനില, ക്ലൗ പോലുള്ള ആൾക്കാരുടെ പ്രത്യേകത ആസിഡ് സൊല്യൂഷനകത്ത് സ്മെൽ ഉണ്ട്, അതേസമയം ആൽക്കലൈൻ സൊല്യൂഷനകത്ത് സ്മെൽ ഇല്ല. ഓനിയൻ ആണെങ്കിലും ക്ലൗ ആണെങ്കിലും വാനില ആണെങ്കിലും അവിടെ ആസിഡ് സൊല്യൂഷൻ ആണെങ്കിലും അവിടെ സ്മെൽ ഉണ്ടായിരിക്കും. അതേസമയം ബേസിക് സൊല്യൂഷൻ ആണെങ്കിൽ സ്മെൽ ഇല്ലായിരിക്കും. അങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുമെന്ന് ഓർമ്മിക്കുക. ഇതുവരെ നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. പിന്നെ ആദ്യം പറഞ്ഞത് ക്ലാസിഫിക്കേഷൻ പറഞ്ഞു, രണ്ടാമത് അതിന്റെ പ്രിപ്പറേഷൻ മെത്തേഡുകൾ പറഞ്ഞു, ഇപ്പൊ ഇതാ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇനി അവശേഷിക്കുന്ന കാര്യങ്ങൾ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. അത് അടുത്ത ഭാഗമായിട്ട് നമുക്ക് പറയാം. അടുത്തായി നമുക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത് കെമിക്കൽ പ്രോപ്പർട്ടീസിനെ പറ്റിയാണ്. അപ്പൊ ഇതുവരെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം. ഇതുവരെ പറഞ്ഞത് ആസിഡിന്റെ ക്ലാസിഫിക്കേഷൻ, പിന്നെ അതുപോലെ തന്നെ ആസിഡിന്റെ പ്രിപ്പറേഷൻ, പിന്നെ അതുപോലെ ഫിസിക്കൽ പ്രോപ്പർട്ടി. ഇനി ഇതാ കെമിക്കൽ പ്രോപ്പർട്ടീസ്. ആസിഡിന്റെ കെമിക്കൽ പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് ഒന്നാമത്തെ പ്രോപ്പർട്ടി റിയാക്ഷൻ വിത്ത് ആക്റ്റീവ് മെറ്റൽസ്. ഒരു എക്സാമ്പിൾ ആയിട്ട് മെഗ്നീഷ്യം HCl കൂടെ റിയാക്ട് ചെയ്യുന്ന സമയത്ത് MgCl2 എന്ന സോൾട്ടും ഹൈഡ്രജൻ ഗ്യാസും പുറത്തു പോകുന്നു. അതുപോലെ തന്നെ അയൺ H2SO4 ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് FeSO4 എന്നറിയപ്പെടുന്ന സോൾട്ടും ഹൈഡ്രജൻ ഗ്യാസും പുറത്തു പോകുന്നു. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് പ്രതീക്ഷിക്കുന്നത് എങ്ങനെയാണ്, മെറ്റൽസ് എല്ലാം തന്നെ ആസിഡുകളായിട്ട് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഈ നൈട്രിക് ആസിഡിന്റെ പ്രത്യേകത, നൈട്രിക് ആസിഡ് എന്നുള്ളത് ഒരു ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. ഓക്സിഡൈസിങ് ഏജന്റ് ആയതുകൊണ്ട് അവിടെ ഹൈഡ്രജൻ പുറത്തു പോകാറില്ല. പകരം നൈട്രിക് ആസിഡിലാണെങ്കിൽ ഈ മെറ്റൽസ് റിയാക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഹൈഡ്രജന് പകരം അത് ഓക്സിഡൈസ് ചെയ്ത വാട്ടർ ആണ് പുറത്തു പോകാൻ സാധ്യത. അപ്പൊ അതുകൊണ്ട് തന്നെ നൈട്രിക് ആസിഡ് സാധാരണ നൈട്രിക് ആസിഡായിട്ട് മെറ്റൽസ് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഹൈഡ്രജൻ പുറത്തു പോകാറില്ല. ഇനി വളരെ ഡൈലൂട്ട് ആണെങ്കിൽ, നൈട്രിക് ആസിഡ് വളരെ ഡൈലൂട്ട് ആണെങ്കിൽ അവിടെ 2 മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്ത് ഹൈഡ്രജൻ പുറത്തു പോകുന്നുണ്ട്. ആ 2 മെറ്റൽസിൽ ഒരെണ്ണം മാംഗനീസ് ആണ്, ഇനി ഒരെണ്ണം മെഗ്നീഷ്യം ആണ്. അപ്പോൾ നൈട്രിക് ആസിഡ് സാധാരണ മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഹൈഡ്രജൻ ഗ്യാസ് പുറത്ത് വിടാറില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നൈട്രിക് ആസിഡിന്റെ പ്രത്യേകത അതൊരു ഓക്സിഡൈസിങ് ഏജന്റ് ആണെന്ന് നമുക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ നൈട്രിക് ആസിഡ് ഹൈഡ്രജനെ പുറത്താക്കുന്നില്ല. പക്ഷെ എന്നാൽ പോലും വളരെ ഡൈലൂട്ട് സൊല്യൂഷൻ ആയ നൈട്രിക് ആസിഡിൽ നിന്ന് വളരെ ഡൈലൂട്ട് സൊല്യൂഷൻ ആയ നൈട്രിക് ആസിഡിൽ നിന്ന് നമുക്ക് ഹൈഡ്രജൻ ലിബറേറ്റ് ചെയ്യിക്കാൻ കഴിവുള്ള 2 മെറ്റൽസ് ഉണ്ട്. അതിലൊന്ന് മാംഗനീസും മറ്റൊന്ന് മെഗ്നീഷ്യവുമാണെന്ന് ഓർമ്മിക്കുക. ഓക്കെ, അപ്പൊ അത് പരീക്ഷയ്ക്ക് ചോദ്യമായിട്ട് വരാം. നൈട്രിക് ആസിഡിൽ നിന്ന് ഹൈഡ്രജൻ ലിബറേറ്റ് ചെയ്യാൻ സാധാരണ മെറ്റൽസിന് കഴിവില്ല. കഴിവുള്ള 2 ആൾക്കാരേ ഉള്ളൂ. അത് മാംഗനീസും മെഗ്നീഷ്യം ആണെന്ന് ഓർമ്മിക്കുക. പിന്നെ അത് വളരെ ഡൈലൂട്ട് സൊല്യൂഷൻ ആണെങ്കിൽ മാത്രം. അപ്പൊ അങ്ങനെ ഒരു കാര്യം കൂടെ അവിടെ ഓർത്തു വയ്ക്കുക. രണ്ടാമതൊരു കെമിക്കൽ പ്രോപ്പർട്ടി ആയിട്ട് റിയാക്ഷൻ വിത്ത് ബേസ്. ഒരു ആസിഡ് ബേസുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് CuSO4
പ്ലസ് വാട്ടർ. അപ്പൊ ഇങ്ങനെ ആസിഡ് ബേസുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് സോൾട്ടും വാട്ടറും ഉണ്ടാകുന്ന ആ പ്രോസസ്സിനെ ന്യൂട്രലൈസേഷൻ എന്ന് പറയാം. ന്യൂട്രലൈസേഷൻ. അപ്പൊ രണ്ടാമത്തെ കെമിക്കൽ പ്രോപ്പർട്ടി ആയിട്ട് ന്യൂട്രലൈസേഷന്റെ കാര്യം പറയുക. ഇനി മൂന്നാമത്തത് ഒരു ആസിഡുമായിട്ട് മെറ്റൽ കാർബണേറ്റും മെറ്റൽ ബൈകാർബണേറ്റും റിയാക്ട് ചെയ്യുന്നു. കാൽസ്യം കാർബണേറ്റ് HCl ആയിട്ട് റിയാക്ട് ചെയ്തത് സ്വാഭാവികമായിട്ടും കാൽസ്യം ക്ലോറൈഡും പിന്നെ വാട്ടറും അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡും. കാൽസ്യം ബൈകാർബണേറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ HCl ആയിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് CaCl2 H2 കാർബൺ ഡൈ ഓക്സൈഡും. ഇക്വേഷൻ ബാലൻസ് ചെയ്ത് പഠിക്കുക. അപ്പൊ മൂന്നാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് കാർബണേറ്റും ബൈകാർബണേറ്റും ഒരു ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്ന കാര്യം സംസാരിച്ചു. നാലാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് സൾഫൈറ്റും ബൈസൾഫൈറ്റും. കാൽസ്യം സൾഫൈറ്റ് CaSO4 ആണെങ്കിൽ കാൽസ്യം സൾഫേറ്റ് ആണ്, CaSO3 ആണെങ്കിൽ കാൽസ്യം സൾഫൈറ്റ് ആണ്. അത് HCl ആയിട്ട് റിയാക്ട് ചെയ്താൽ ഇതുപോലെ തന്നെ CaCl2 H2O. പക്ഷെ അവിടെ കാർബൺ ഡൈ ഓക്സൈഡിന് പകരം സൾഫർ ഡയോക്സൈഡ് ഗ്യാസ് ആണെന്ന് ഓർമ്മിക്കുക. അതുപോലെ തന്നെ ബൈസൾഫേറ്റ് ആണെങ്കിൽ ഇതുപോലെ തന്നെയാണ് പ്രോഡക്റ്റ് വരാറുള്ളത്. ഇനി അതുപോലെ തന്നെ അഞ്ചാമത്തെ റിയാക്ഷൻ വിത്ത് സൾഫൈഡ്. ഇത് സൾഫൈറ്റ് ആണ് പറഞ്ഞത്, ഇത് സൾഫൈഡ് ആണ്. സിങ്ക് സൾഫൈഡ് പ്ലസ് HCl. അപ്പൊ അവിടെ സിങ്ക് ക്ലോറൈഡും പ്ലസ് ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസ് റോട്ടണക് സ്മെല്ലുള്ള ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസ്. അവിടെ ഗ്യാസ് ആയതുകൊണ്ടാണ് ആരോ മുകളിലിട്ടിട്ട് നമുക്ക് അറിയാം. അപ്പൊ ഇനി അതുപോലെ തന്നെ ക്ലോറൈഡായിട്ട് റിയാക്ട് ചെയ്യുന്ന ആറാമത്തെ റിയാക്ഷൻ സോഡിയം ക്ലോറൈഡും സൾഫ്യൂരിക് ആസിഡ് റിയാക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ സോഡിയം ബൈസൾഫൈറ്റും സൾഫേറ്റും അതുപോലെ തന്നെ സോഡിയം സൾഫേറ്റും Na2SO4 ഫോം ചെയ്യാം. രണ്ട് തരത്തിലുള്ള പ്രോഡക്റ്റ് അവിടെ ഫോം ചെയ്യാം. ഒന്ന് സോഡിയം ബൈസൾഫേറ്റ് ഫോം ചെയ്യാം, മറ്റൊന്ന് സോഡിയം സൾഫേറ്റ് ഫോം ചെയ്യാം. ഈ സോഡിയം ബൈസൾഫേറ്റ് ഫോം ചെയ്യണമെങ്കിൽ അവിടെ ടെമ്പറേച്ചർ ബിലോ 200 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കണം. അതേസമയം സോഡിയം സൾഫേറ്റ് ഫോം ചെയ്യണമെങ്കിൽ അവിടുത്തെ ടെമ്പറേച്ചർ എബോ 200 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അവിടെ ക്ലോറൈഡുമായിട്ട് സൾഫ്യൂരിക് ആസിഡ് റിയാക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ സോഡിയം ബൈസൾഫൈറ്റ് ഫോം ചെയ്യാം, അതുപോലെ തന്നെ സോഡിയം സൾഫേറ്റ് ഫോം ചെയ്യാം. സോഡിയം സൾഫേറ്റ് ഫോം ചെയ്യുന്ന ടെമ്പറേച്ചർ ഷുഡ് ബി എബോവ് 200 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് സോഡിയം ബൈസൾഫേറ്റ് കിട്ടണമെങ്കിൽ ടെമ്പറേച്ചർ ഷുഡ് ബി ബിലോ 200 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ഇവിടെ ബൈ പ്രോഡക്റ്റ് ഡെഫിനറ്റ്ലി വാട്ടർ ആണ്, H2O ആണ്. ഓക്കെ, അപ്പൊ ഇതുപോലെ തന്നെ ഒരു റിയാക്ഷൻ വിത്ത് നൈട്രേറ്റും കൂടെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. റിയാക്ഷൻ വിത്ത് നൈട്രേറ്റ്. Reaction with the nitrate. ഉദാഹരണം പൊട്ടാസ്യം നൈട്രേറ്റ് KNO3 plus H2SO4. അവിടെ ഇതുപോലെ തന്നെ KHSO4 നൈട്രിക് ആസിഡ് ഫോം ചെയ്യാം. അതുപോലെ തന്നെ മറ്റൊന്ന് K2SO4 നൈട്രിക് ആസിഡ് ഫോം ചെയ്യാം. അപ്പൊ അവിടെ ഒരു ആസിഡ് സോൾട്ടും പിന്നെ അതുപോലെ തന്നെ നോർമൽ സോൾട്ട് ഫോം ചെയ്തുകൊണ്ട് അവിടെ ഈ ടെമ്പറേച്ചറിന്റെ കാര്യം ഓർമ്മിക്കുക. നൈട്രേറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ബിലോ 200 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ അവിടെ ഈ കോമ്പൗണ്ട് ആണ് ഫോം ചെയ്യുക. അതേസമയം എബോവ് 200 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ഈ സോൾട്ട് ആണ് ഫോം ചെയ്യുക എന്ന് ഓർമ്മിക്കുക. അപ്പൊ അങ്ങനെയുള്ള കെമിക്കൽ പ്രോപ്പർട്ടീസ് കൂടെ ആവർത്തിച്ച് എഴുതി ഇക്വേഷൻ ബൈ ഹാർട്ട് ആയിട്ട് തന്നെ ഇക്വേഷൻ കംപ്ലീറ്റ് ചെയ്യാനൊക്കെ നല്ലവണ്ണം പഠിച്ചു. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന കാര്യങ്ങൾ ഒന്നുകൂടെ പറഞ്ഞ കാര്യങ്ങൾ അവസാനിപ്പിക്കാം. പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. പിന്നെ ആസിഡ് എന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് സംസാരിച്ചത്. അതിൽ ഒന്നാമത് സംസാരിച്ച കാര്യം എന്ന് വെച്ചാൽ ആസിഡിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. പിന്നെ ആസിഡിനെ പരിചയപ്പെട്ടു. പിന്നെ ആസിഡിന്റെ പ്രത്യേകതകൾ നമുക്കറിയാം. ഹൈഡ്രോണിയം അയോൺ എന്നൊരു കൺസെപ്റ്റ് നമുക്കറിയാം. പിന്നെ അതുപോലെ തന്നെ പിന്നെ ആസിഡിന്റെ ക്ലാസിഫിക്കേഷനായിട്ട് നമ്മൾ അവസാനം മോണോബേസിക്, ഡൈബേസിക്, ട്രൈബേസിക്, ടെട്രാബേസിക്, പിന്നെ അതുപോലെ തന്നെ നോർമൽ സോൾട്ടുകൾ, ആസിഡ് സോൾട്ടുകൾ പോലുള്ള വാക്കുകളൊക്കെ നമ്മൾ അവിടെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനുശേഷം ആസിഡിന്റെ പ്രിപ്പറേഷൻ മെത്തേഡാണ്. പ്രിപ്പറേഷൻ മെത്തേഡായിട്ട് 4 മെത്തേഡുകൾ അവതരിപ്പിച്ചു. ആ 4 ഇക്വേഷനും അതിനകത്തുള്ള എല്ലാ ഇക്വേഷൻസും എഴുതി കൃത്യമായി പഠിക്കുക. 5-6 പ്രാവശ്യം എഴുതി പഠിക്കണം. പിന്നെ അതുപോലെ തന്നെ അതിനുശേഷം നമ്മൾ പറഞ്ഞത് പ്രോപ്പർട്ടീസ് ആണ്. പ്രോപ്പർട്ടീസിൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. അതിനകത്ത് നമ്മൾ സ്ട്രെസ് ചെയ്തത് അതിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് ആണ്. വോളറ്റൈൽ, നോൺ വോളറ്റൈൽ, സോളിഡ് സ്റ്റേറ്റിലുള്ള ആസിഡ്, ഇതൊക്കെ നമുക്ക് ഒബ്ജക്റ്റീവ് ആയിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിന്റെ ഓൾഫാക്ടറി ഇൻഡിക്കേറ്റേഴ്സിനെ പറ്റിയൊക്കെ സംസാരിച്ചു. പിന്നെ അതുപോലെ മീഥൈൽ, ഓറഞ്ച്, ഫിനോഫ്തൽ പോലുള്ള വാക്കുകളൊക്കെ നമ്മൾ ഫിസിക്കൽ സ്റ്റേറ്റിൽ മനസ്സിലാക്കി. ഇനി കെമിക്കൽ പ്രോപ്പർട്ടീസ് ആയിട്ട് നമ്മൾ പഠിച്ചത് 7 പ്രോപ്പർട്ടീസ് ആണ്. 7 പ്രോപ്പർട്ടീസ് നമ്മൾ നോളജ് പറഞ്ഞതേ ഉള്ളൂ. റിയാക്ഷൻ വിത്ത് ആക്റ്റീവ് മെറ്റൽസ്, അതിനകത്ത് മെഗ്നീഷ്യം, മാംഗനീസ് ഒരു കാര്യം പ്രത്യേകിച്ച് ഓർമ്മിക്കുക. നൈട്രിക് ആസിഡുമായി ബന്ധപ്പെട്ട് അത് ഓർമ്മിക്കാനുണ്ട്. രണ്ടാമത്തത് ന്യൂട്രലൈസേഷൻ, പിന്നെ കാർബണേറ്റും ബൈകാർബണേറ്റും ആസിഡുമായിട്ട് റിയാക്ഷൻ, പിന്നെ സൾഫൈറ്റും ബൈസൾഫൈറ്റും ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്, പിന്നെ അതുപോലെ സൾഫൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് റോട്ടണക് സ്മെല്ലുള്ള ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസ് ഉണ്ടാകുന്നുണ്ട്. പിന്നെ ക്ലോറൈഡായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ബിലോ 200 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് എബോവ് 200 ഡിഗ്രി സെൽഷ്യസ് കണ്ടീഷൻ മനസ്സിലാക്കുക. 2 തരത്തിലുള്ള പ്രോഡക്റ്റ് അവിടെ
ഫോം ചെയ്യുന്ന കാര്യം ഓർമ്മിക്കുക. പിന്നെ നൈട്രേറ്റ് റിയാക്ട് സമയത്തും ഇതുപോലെ 2 ഡിഫറെന്റ് പ്രോഡക്റ്റുകളെ പറ്റി ഓർമ്മിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒരുപാട് പ്രാവശ്യം കേൾക്കുമ്പോൾ എളുപ്പം തോന്നും, പക്ഷേ ആവർത്തിച്ച് എഴുതി പഠിക്കുക. 5-6 പ്രാവശ്യം ഇക്വേഷൻസ് മാത്രം ഇങ്ങനെ എഴുതി പഠിക്കുക. നോട്ടുകൾ പ്രിപ്പയർ ചെയ്യുക, നല്ലോണം പഠിക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ ബേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം.